രാമേശ്വരം കഫേ സ്ഫോടന കേസ് ബി.ജെ.പി. പ്രവർത്തകൻ അറസ്റ്റിൽ. രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയ അന്വേഷണ ഏജൻസിയാണ് ബി.ജെ.പി. പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം 2 മൊബൈൽ കടയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ബി.ജെ.പി. പ്രവർത്തകനായ സായിനാഥിനെ കുറിച്ച് നിർണായക വിവരം ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ശിവമോഗ ജില്ലയിലെ തീർത്ഥഹള്ളിയിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കേന്ദ്ര ഏജൻസി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ശിവമോഗയിൽ ദേശീയ അന്വേഷണ ഏജൻസി വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു. മൊബൈൽ സ്റ്റോറിലും പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേരുടെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പി. പ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കുന്നത്. സായിനാഥിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണം വിശദീകരണം തേടി ആഭ്യന്തര സെക്രട്ടറി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 3 പേരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത് വി.കെ, സെക്ഷൻ ഓഫീസർ ബിന്ദു, അസിസ്റ്റന്റ് അഞ്ജു എന്നിവർക്കാണ് സസ്പെൻഷൻ. പെർഫോമർ റിപ്പോർട്ട് സിബിഐക്ക് നൽകാൻ വൈകിയതിലാണ് നടപടി. പെർഫോമർ റിപ്പോർട്ട് വൈകിയോ എന്ന് പരിശോധിക്കാൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരുന്നു. ആഭ്യന്തര സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ട കൊലപാതകം. പെൺസുഹൃത്തിനെ കാണാനെത്തിയ യുവാവിന് ദാരുണാന്ത്യം. മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ട കൊലപാതകം. ആൾക്കൂട്ട മർദ്ദനത്തിനിരയായ യുവാവ് മരിച്ചു. സംഭവത്തിൽ 10 പേർ അറസ്റ്റിലായതായി സൂചന. വെസ്റ്റ് ബംഗാൾ സ്വദേശി അശോക് ദാസ് ആണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. പെൺസുഹൃത്തിനെ കാണാനെത്തിയ ചോദ്യം ചെയ്ത അശോക് ദാസിനെ മരത്തിൽ കെട്ടിയിട്ട് നാട്ടുകാർ മർദ്ദിക്കുകയായിരുന്നു. അറസ്റ്റിലായ 10 പേരും കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് അറിയിച്ചു. മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്നാണ് പ്രാഥമിക വിവരം. തലയ്ക്കും നെഞ്ചിനുമേറ്റ മർദ്ദനമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം. നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന് അമ്മ തൂങ്ങി മരിച്ച നിലയിൽ. 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ തൂങ്ങി മരിച്ച നിലയിൽ. കാസർഗോഡ് മുളിയാർ കോപ്പാളം കൊച്ചിയിലെ ബിന്ദുവാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇവരുടെ 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് ശ്രീനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടുവളപ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലെ മുറിയിലാണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ബിന്ദു തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. കുടുംബ പ്രശ്നമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നുവെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്കാണ് ദാരുണമായ സംഭവം. ബിന്ദുവിനെ ഇടുക്കിയിലേക്കാണ് വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നതെങ്കിലും വർഷങ്ങളായി കോപ്പാളം കൊച്ചിയിലാണ് കുടുംബസമേതം താമസിക്കുന്നത്. ഭർത്താവ് ഗൾഫിലാണ്. ഇവർക്ക് 5 വയസ്സുള്ള ഒരു മകൻ കൂടിയുണ്ട്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം പോലീസ് മൃതദേഹങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് നാളെ സ്വർണ്ണവില കുത്തനെ കൂടും. സംസ്ഥാനത്ത് നാളെ സ്വർണ്ണവില കുത്തനെ കൂടുമെന്ന റിപ്പോർട്ട്. അന്താരാഷ്ട്ര സ്വർണ്ണവില കുത്തനെ ഉയർന്നതാണ് വില വർധനവിനുള്ള കാരണം. ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരുന്നു. 360 രൂപയായിരുന്നു കുറഞ്ഞത്. ഇത് അന്താരാഷ്ട്ര സ്വർണ്ണവില കുറയുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ US മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ വില $35 വർദ്ധിച്ച് സ്വർണ്ണവില $2325 കുതിച്ചിട്ടുണ്ട്. ഇതേസമയം സ്വർണ്ണത്തിന് ഇന്നത്തെ വിപണി വില 51,320 രൂപയാണ്. എന്നാൽ ഇന്നലെ സ്വർണ്ണവില റെക്കോർഡ് നിരക്കിലായിരുന്നു. പവന് 400 രൂപ വർദ്ധിച്ച് വിപണി വില 51,680 രൂപയിലെത്തിയിരുന്നു.